നമ്മുടെ സ്വന്തക്കാർ നമ്മെ സ്നേഹിക്കാതെ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ കീറി മുറിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുകയും സ്നേഹിക്കാതിരിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വേദന നിറഞ്ഞ അനുഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, വേണ്ടുന്ന വിധത്തിൽ സ്നേഹവും അംഗീകാരവും ലഭിക്കാതെ മനസ്സിനകത്ത് വേദന ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന വ്യക്തികൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നത്തെ ദൂത് നിങ്ങളോടാണ്. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം വായിക്കുമ്പോൾ ലേയ എന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അവിടെ പങ്കുവെക്കുന്നുണ്ട്. 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലേയ തൻ്റെ ഭർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടിരുന്നില്ല, അവൾ തൻ്റെ ഭർത്താവിനാൽ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തി. തന്നെ വിവാഹം കഴിച്ച ഭർത്താവിന് തന്നെ ഇഷ്ടമായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ അത്ര സൗന്ദര്യമില്ല എന്ന് തൻ്റെ ഭർത്താവിന് തോന്നി. അതുകൊണ്ട് തന്നെ താൻ ഒത്തിരി വേദനയും ഒറ്റപ്പെടലുകളുമൊക്കെ ഭർത്താവിൽ നിന്ന് അനുഭവിച്ചു. എന്നാൽ ദൈവവചനം പറയുന്നു, അവളുടെ ഒറ്റപ്പെടലുകളെ, അവളുടെ ഭർത്താവ് സ്നേഹിക്കാത്ത അനുഭവത്തെ സർവശക്തനായ ദൈവം കണ്ടു. ദൈവം അവൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർ നമ്മെ അവഗണിക്കുമ്പോൾ, നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മെ വേണ്ടുന്ന വിധത്തിൽ സ്നേഹിക്കാതിരിക്കുമ്പോൾ ഓർക്കുക, നാം സ്നേഹിക്കപ്പെടാതിരിക്കുന്ന ആ സന്ദർഭങ്ങൾ മറ്റാരും അറിയുന്നില്ലെന്ന് നാം ചിന്തിക്കുമ്പോൾ അതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ദൈവം കണ്ട് മറുപടി തരും. ദൈവം നമ്മുടെ ആ സ്നേഹം കിട്ടാത്ത വേദന നിറഞ്ഞ അനുഭവത്തെ മാറ്റി ഒരു പുതിയ അനുഭവം, ഒരു സന്തോഷത്തിൻ്റെ അനുഭവം, ഒരു സ്നേഹത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ തരും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിലെ അനുഭവങ്ങളിലൊക്കെ ഈ സ്നേഹത്തിൻ്റെ ഒരു കൈമാറ്റം ദൈവം നിങ്ങൾക്ക് പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സ്നേഹം അന്വേഷിച്ച് നടക്കുകയാണോ? അത് യേശുവിൻ്റെ പക്കലുണ്ട്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ മുറിവിനെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം പങ്കുവെക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.